വളരെ പ്രധാനപ്പെട്ട ഒരു വിവാദം കോഴിക്കോട് പേരാമ്പ്രയിൽ ഉണ്ടായിരിക്കുന്നത് അനൗൺസ്മെന്റ് വിവാദം. അത് നിഷേധിച്ചിരിക്കുന്നു LDF സ്ഥാനാർത്ഥി TP രാമകൃഷ്ണൻ എന്നതാണ്. അനൗൺസ്മെന്റ് LDFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് TP രാമകൃഷ്ണൻ പറഞ്ഞത്. പരാതി ഉണ്ടെങ്കിൽ അന്വേഷിച്ച് നടപടിയെടുക്കട്ടെ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. ചോദ്യങ്ങളിൽ TP രാമകൃഷ്ണൻ ക്ഷുഭിതനാകുന്നതും നമ്മൾ കണ്ടു. ഇവിടെ ഞങ്ങളുടെ മുമ്പിൽ ഒരു അനൗൺസ്മെന്റ് വിവാദമില്ല. അല്ല, അതുണ്ടെങ്കിലേ വിവാദം ആരാണോ ഉയർത്തിക്കൊണ്ടുവന്ന് അവരോട് അന്വേഷിക്കുക എന്നുള്ളതല്ലാതെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു വിവാദമില്ല. ഈ പരാതി ഉണ്ടെങ്കിൽ പരാതി അന്വേഷിച്ചോട്ടെ. ഒരു നോട്ടീസും കിട്ടിയിട്ടില്ല. ഞാനിവിടെ ഇന്ന് എന്റെ മുമ്പിലുള്ള ഒറ്റ വിഷയം ഈ പ്രകടന പത്രിക പ്രസിദ്ധീകരിക്കലാണ്. അതിന് പേരാമ്പ്രയുള്ള പത്രങ്ങളൊക്കെ എങ്ങനെയാ വന്നുവിട്ടതെന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ ഞങ്ങളെ വാഹനത്തിൽ ഉപയോഗിക്കുന്ന അനൗൺസ്മെന്റിന്റെ ഒരു പെൻഡ്രൈവ് ഉണ്ട്. ഇപ്പോൾ കുറേ ദിവസങ്ങളെ ഇവിടെ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പര്യടനത്തിലെല്ലാം ഈ പെൻഡ്രൈവ് ഉപയോഗിക്കുന്നുണ്ട്. അതിലൊന്നും ഒരു വിഷയം വന്നിട്ടില്ലല്ലോ. ഇനി എന്തെങ്കിലും വിഷയം വന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കുമല്ലോ. ഇതിനിടെ മുസ്ലിം ലീഗ് മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്നു എന്ന ആരോപണവുമായി CPIM ജനറൽ സെക്രട്ടറി MA ബേബി രംഗത്തെത്തി. പരാതിയിൽ ഇതുവരെ കേസെടുക്കാത്തതിൽ പ്രതിഷേധവുമായി UDF സ്ഥാനാർത്ഥി ഫാത്തിമ തെഹ്ലിയയും രംഗത്തെത്തി. ഇവിടെ ഒരു അനൗൺസ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള വിഷയമുണ്ട്. അത് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ നിമിഷം വരെ FIR ഇട്ടിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇടപെടുന്നുണ്ട്. പേരാണ് UDF പിടിക്കും. ഭൂരിപക്ഷത്തിൻ്റെ കാര്യം അഭിപ്രായം പറയുന്നത് ശരിയല്ല. അത് ഈ നാട്ടിലെ വോട്ടർമാർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന് തുല്യമായിരിക്കും. ഞങ്ങൾ ഈ മണ്ഡലം യഥാർത്ഥത്തിൽ ഞങ്ങളെ മണ്ഡലമാണ്. അത് വിധി എഴുതുന്ന തെരഞ്ഞെടുപ്പാണ് ഇവിടെ വരാനിരിക്കുന്നത്. ഫാത്തിമ തേലിയയ്ക്ക് പിന്തുണയുമായി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രതികരണം. ഫാത്തിമ തേലിയയ്ക്ക് എതിരെ ഇപ്പോൾ അവർ പുറത്തിറക്കിയിട്ടുള്ള ആ ഒരു വീഡിയോ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതം വളരെ വലുതാണ്. കാരണം നമ്മളിപ്പോൾ മുസ്ലിം ലീഗ് ആവട്ടെ UDF ആവട്ടെ, അവിടെ മതസൗഹാർദ്ദത്തെ തകർത്തുകൊണ്ടുള്ള ഒരു നേട്ടം ആരും ഇഷ്ടപ്പെടുന്നില്ല. അതല്ല നമുക്ക് ആവശ്യം. ഒരു തെരഞ്ഞെടുപ്പിൽ സഹവർത്തിത്വമാണ് ആവശ്യം. എല്ലാ സമൂഹങ്ങളുടെയും വോട്ടുകൾ വാങ്ങി ജയിക്കുക എന്നുള്ളതിനാണ് ഏതൊരു സ്ഥാനാർത്ഥിയും ആഗ്രഹിക്കുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ അവിടെ UDFന്റെ സ്ഥാനാർത്ഥികളും ചെയ്യുന്നത്. എല്ലായിടത്തും, അവിടെ മാത്രമല്ല. ഒരിക്കലും മതം പറഞ്ഞ് വോട്ട് വാങ്ങുന്ന ഒരു ചരിത്രമോ പാരമ്പര്യമോ UDFനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. വർഷ ഗിരീഷ് വിശദാംശങ്ങളുമായി. വർഷ, ഇതിപ്പോൾ വലിയ വിവാദമായി വളരുകയാണ്. അതിനിടെയാണ് സ്ഥാനാർത്ഥിയുടെ നിഷേധം പുറത്തു വരുന്നത്. അദ്ദേഹം പറയുകയാണ് അങ്ങനെ ഒരു അനൗൺസ്മെന്റേ ഉണ്ടായിട്ടില്ല എന്ന്. ഏതായാലും സ്ഥാനാർത്ഥി പരാതി നൽകിക്കഴിഞ്ഞിരിക്കുന്നു, UDF സ്ഥാനാർത്ഥി. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ തുടർ നടപടികൾ? തനിക്ക് നോട്ടീസ് ലഭിച്ചിട്ടില്ല എന്നാണല്ലോ TP രാമകൃഷ്ണൻ അറിയിച്ചത്. അനുജ, സ്മിത, പേരാമ്പ്രയിൽ എന്തായാലും ഈ അനൗൺസ്മെന്റ് വിവാദം കത്തുകയാണ്. UDF നൽകിയ പരാതിയിലാണ് വരണാധികാരി കൂടിയായ ഡെപ്യൂട്ടി കളക്ടറായിട്ടുള്ള അജിത് ജോൺ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള TP രാമകൃഷ്ണന് നോട്ടീസ് അയച്ചത്. എന്നാൽ അത്തരത്തിലുള്ള നോട്ടീസ് തനിക്ക് കിട്ടിയിട്ടില്ല എന്നാണ് TP രാമകൃഷ്ണൻ വ്യക്തമാക്കുന്നത്. കൂടാതെ തന്നെ LDFന് ഈ ഒരു വിദ്വേഷ പ്രചരണവുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ള കാര്യം കൂടെ TP വ്യക്തമാക്കുന്നുണ്ട്. ആ ഒരു ഉറച്ച നിലപാടിൽ തന്നെ ആവർത്തിച്ചു നിൽക്കുകയാണ് TP രാമകൃഷ്ണൻ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ കാര്യം തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചതും. എന്നാൽ UDF മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഈ ഒരു വിദ്വേഷ പ്രചരണത്തിന് പിന്നിൽ CPM ആണ്, LDF ആണ് എന്നുള്ളതാണ്. അതിനുള്ള തെളിവുകളെല്ലാം തങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ള കാര്യമാണ് സ്ഥാനാർത്ഥിയായ ഫാത്തിമ തേലിയും വ്യക്തമാക്കിയത്. അതേസമയം പൂർണ്ണമായി നിഷേധിക്കുകയാണ് ഇവിടെ. ഈ UDFന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നുള്ളതാണ് TP രാമകൃഷ്ണൻ പറയുന്നത്. അതിന് തെളിയിക്കാൻ വേണ്ടി തങ്ങളുടെ വാഹനത്തിന്റെ റെക്കോർഡും അതേപോലെ അനൗൺസ്മെന്റിന്റെ പെൻഡ്രൈവും നൽകാമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ TP രാമകൃഷ്ണൻ പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്നത്, തങ്ങൾക്ക് മുമ്പിൽ ഈ വിവാദം ഒന്നുമില്ല, വിവാദത്തിൽ ഞങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നില്ല, കാരണം ഞങ്ങൾ ചെയ്താലല്ലേ അതിനൊരു ശ്രദ്ധ കൊടുക്കേണ്ടതുള്ളൂ എന്നുള്ള കാര്യമാണ് TP രാമകൃഷ്ണൻ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അന്വേഷണം നടക്കുകയാണെങ്കിൽ അതിനോട് സഹകരിക്കുമെന്നുള്ള കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. തനിക്ക് നിലവിൽ എന്തായാലും നോട്ടീസ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് TP രാമകൃഷ്ണൻ പറയുന്നത്. അതേസമയം ഇത് പേരാമ്പ്രയിൽ പ്രചരണായുധമാക്കാൻ തന്നെയാണ് UDFന്റെ തീരുമാനം. കഴിഞ്ഞ ദിവസം പ്രതികരിച്ചപ്പോഴും ഫാത്തിമ തേലി അക്കാര്യം തന്നെയാണ് വ്യക്തമാക്കിയതും. എന്തായാലും പേരാമ്പ്രയിൽ ആകെ ഈ ഒരു അനൗൺസ്മെന്റ് വിദ്വേഷ പ്രചരണമാണ് ഇപ്പോൾ അലയടിക്കുന്നത്. നിലവിൽ എന്തായാലും UDF നൽകിയ പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി എന്തായിരിക്കും ഇതിനുള്ള TPയുടെ വിശദീകരണം എന്നാണ് അറിയാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.